Trigonometric functions ചാപ്റ്ററിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചൊരു പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഞാനൊരു പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. If a plus b equal to pi by 4, prove that cot a minus 1 into cot b minus 1 is equal to 2 and hence find cot pi by 8. അപ്പോൾ ഈ ടൈപ്പ് ഒരു പ്രോബ്ലം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ടാനിൽ ചെയ്തിട്ടുണ്ട്. ടാനിലോ കോട്ടിലോ ഈ ജാതി കണ്ടീഷൻ തന്നിട്ടുള്ള പ്രോബ്ലം ചോദിച്ചാൽ എപ്പോഴും നിങ്ങൾ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എ പ്ലസ് ബി പൈ ബൈ 4 ആണ്. നമ്മൾ കോട്ടിലാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ രണ്ട് സൈഡിലും കോട്ട് എടുക്കുക. അപ്പോൾ കോട്ട് ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു കോട്ട് ഓഫ് പൈ ബൈ 4. കോട്ട് എ പ്ലസ് ബിൻ്റെ ഫോർമുല കോട്ട് എ ഇൻറ്റു കോട്ട് ബി മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് ബി പ്ലസ് കോട്ട് എ ഇസ് ഈക്വൽ ടു പൈ ബൈ 4 45 ഡിഗ്രി. അതിൻ്റെ ടാനും കോട്ടും 1 ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ therefore cot A into cot B minus 1 equal to cot B plus cot A. ഇതാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി നമ്മൾ കാര്യം ചെയ്യും, കോട്ടുകളൊക്കെ ഒരു സൈഡിലും -1 അങ്ങോട്ട് കൊണ്ടുപോകാം. therefore cot A into cot B minus cot B minus cot A ആ രണ്ടും ഇങ്ങോട്ട് വന്നു. ഈ -1 സൈഡ് മാറുമ്പോൾ 1 ആവും. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. കോട്ട് എ -1ഉം കോട്ട് ബി -1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടണം. കോട്ട് എ -1ഉം കോട്ട് ബി -1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 4 ടേം ഉണ്ടാവും. കോട്ട് എ ഇൻറ്റു കോട്ട് ബി 1 മൈനസ് കോട്ട് എ മൈനസ് കോട്ട് ബി മൈനസ് ഓഫ് മൈനസ് പ്ലസ് 1 ആവും. അതിൽ 3 ടേം ഇതാ നിൽക്കുന്നത്. കോട്ട് എ കോട്ട് ബി മൈനസ് കോട്ട് ബി മൈനസ് കോട്ട് എ. ഒരു 1 ഞാൻ രണ്ട് സൈഡിലും പ്ലസ് ചെയ്യാൻ പോവാം. therefore cot A cot B minus cot B minus cot A plus 1 equal to ആ 1 അപ്പുറത്ത് പ്ലസ് ചെയ്താൽ മതി. ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഒരേ നമ്പർ പ്ലസോ മൈനസോ ചെയ്താൽ ഇക്വേഷൻ മാറില്ല. അതോടുകൂടി 4 ടേം എന്തായി മാറി? cot A -1 ഇൻറ്റു cot B -1 എന്ന പ്രൊഡക്റ്റ് ആയി. അപ്പുറത്ത് 1 + 1 is equal to 2 പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എ പ്ലസ് ബി എന്ന സമ്മ് പൈ ബൈ 4 അഥവാ 45 ഡിഗ്രി ആണെങ്കിൽ കോട്ട് എ -1 എന്ന ബ്രാക്കറ്റും കോട്ട് ബി -1 എന്ന ബ്രാക്കറ്റും കൂടി ഇൻറ്റു ചെയ്താൽ 2 ആണ്. ഇനി എന്താ പറയുന്നത്? ആൻഡ് ഹെൻസ് ഫൈൻഡ് കോട്ട് പൈ ബൈ 8. ആൻഡ് ഹെൻസ് ഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രൂവ് ചെയ്ത റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. നമ്മളിപ്പോൾ എന്താ പ്രൂവ് ചെയ്തത്? എയും ബിയും കൂടി ആഡ് ചെയ്യുമ്പോൾ പൈ ബൈ 4 ആണെങ്കിൽ കോട്ട് എ -1 ഇൻറ്റു കോട്ട് ബി -1ൻ്റെ വാല്യൂ 2 ആണ്. നൗ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പൈ ബൈ 8ഉം പൈ ബൈ 4ഉം തമ്മിൽ എന്താ ബന്ധടാ? പൈ ബൈ 8 പറയുന്നത് പൈ ബൈ 4ൻ്റെ കറക്റ്റ് പകുതിയാണ്. അപ്പോൾ പൈ ബൈ 8 2 പ്രാവശ്യം കൂടിയാൽ പൈ ബൈ 4 ആവും. ക്ലിയർ അല്ലേ? പൈ ബൈ 8 പ്ലസ് പൈ ബൈ 8 ഇസ് ഈക്വൽ ടു പൈ ബൈ 4. ഇത് എയും ഇത് ബിയും നിങ്ങൾ വിചാരിക്കുക. എയും ബി ഈക്വൽ ആയത് നമ്മൾ കുറ്റമല്ല, അതിനൊരു കുഴപ്പമില്ല. എയും ബി ഈക്വൽ ആകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പൈ ബൈ 8 കൂടിയാൽ പൈ ബൈ 4, അതായത് എയും ബിയും കൂടി ആഡ് ചെയ്യുമ്പോൾ പൈ ബൈ 4, എക്ക് പകരം പൈ ബൈ 8, ബിക്ക് പകരം പൈ ബൈ 8. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത പ്രകാരം കോട്ട് പൈ ബൈ 8 -1 ഇൻറ്റു വീണ്ടും കോട്ട് പൈ ബൈ 8 -1 ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. അപ്പം ഉണ്ടായ സൗകര്യമോ ഈ രണ്ട് ബ്രാക്കറ്റും സെയിം ആണ്. അതുകൊണ്ടാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്, അല്ലെങ്കിൽ കിട്ടില്ല. അതായത് ഇതിപ്പോൾ ഒരേ ബ്രാക്കറ്റ് ആയതുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്വയർ ആവും. കോട്ട് പൈ ബൈ 8 -1ൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. അതുകൊണ്ട് കോട്ട് പൈ ബൈ 8 -1 റൂട്ട് എടുക്കുമ്പോൾ √2 വരും. ഈ -1 അങ്ങോട്ട് മാറ്റിയാൽ therefore കോട്ട് പൈ ബൈ 8 ഇസ് ഈക്വൽ ടു √2 + 1. ക്ലിയർ അല്ലേ? കുറച്ചും കൂടി കണ്ടീഷണൽ പ്രോബ്ലം കോട്ട് ടാനിൽ ചെയ്യാം. പരീക്ഷയ്ക്ക് ചോദിക്കലുണ്ട്. NCERT പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അടുത്ത രണ്ടാമത്തെ പ്രോബ്ലം ഞാൻ പറയുന്നത് ഇഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി പ്രൂവ് ദാറ്റ് ടാൻ എ ഇൻറ്റു ടാൻ ബി ഇൻറ്റു ടാൻ സി ഈസ് ഈക്വൽ ടു ടാൻ സി മൈനസ് ടാൻ എ മൈനസ് ടാൻ ബി. ഇതും ഒരു കണ്ടീഷണൽ പ്രോബ്ലം ആണ്. വിഷയം ടാനിലാണ്. എന്താണ് കണ്ടീഷൻ തന്നത്?
എയും ബിയും കൂടി ആഡ് ചെയ്യുമ്പോൾ സി കിട്ടുന്നുണ്ട്. എ ബി സി എത്രയെന്ന് അറിയില്ല, പക്ഷെ എയും ബിയും കൂടി ആഡ് ചെയ്യുമ്പോൾ സി ആണ്. അപ്പോൾ കണ്ടീഷൻ തന്ന് പ്രോബ്ലം ടാനിലായതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ കണ്ടീഷൻ തുടങ്ങാം, രണ്ട് ഭാഗത്തും ടാൻ എടുക്കാം. അപ്പോൾ ടാൻ ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ടാൻ സി. ടാൻ എ പ്ലസ് ബിയുടെ ഫോർമുല ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ഇൻറ്റു ടാൻ ബി ഈസ് ഈക്വൽ ടു ടാൻ സി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. Therefore, tan A plus tan B is equal to tan C all into 1 minus tan A into tan B. That is, tan A plus tan B is equal to the multiplier. Tan C into 1 tan C minus tan C into tan A into tan B. Otherwise, tan A into tan B into tan C. ഈ മൈനസ് ടേം ടാൻ എ ഇൻറ്റു ടാൻ ബി ഇൻറ്റു ടാൻ സി ലെഫ്റ്റ് എടുക്കുക. ഈ രണ്ട് പ്ലസ് ടേം അങ്ങോട്ട് മാറ്റാം. അപ്പോൾ കഴിഞ്ഞു. Therefore, ടാൻ എ ഇൻറ്റു ടാൻ ബി ഇൻറ്റു ടാൻ സി ഈക്വൽ ടു ടാൻ സി മൈനസ് ടാൻ എ മൈനസ് ടാൻ ബി. പ്രൂവ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ട് കിട്ടി. കണ്ടീഷൻ തന്ന് ടാനിലോ കോട്ടിലോ പ്രൂവ് ചെയ്യാൻ ചോദിക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് കണ്ടീഷന് സ്റ്റാർട്ട് ചെയ്യുക. മൂന്നാമത്തെ പ്രോബ്ലം, prove that tan 5x into tan 3x into tan 2x equal to tan 5x minus tan 3x minus tan 2x. Prove that ആണ് tan 5x into tan 3x into tan 2x എന്ന പ്രോഡക്റ്റിനെ tan 5x minus tan 3x minus tan 2x. ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രോബ്ലം തന്നെയാണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മളോടൊരു കണ്ടീഷൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ കണ്ടീഷൻ നമ്മൾ കണ്ടെത്തണം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മോഡൽ പ്രൂവ് ദാറ്റ് NCERT എക്സസൈസിലൊക്കെ ഉണ്ട്. ഈ മോഡൽ ടാനിൽ പ്രൂവ് ദാറ്റ് ചോദിച്ചാൽ നിങ്ങൾ സാധാരണ നമ്മൾ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ LHS എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് RHSക്ക് എത്തിക്കും, അല്ലെങ്കിൽ RHS എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് LHSക്ക് എത്തിക്കും, അല്ലെ രണ്ട് സൈഡും ചെയ്ത് രണ്ട് ഈക്വൽ ആണെന്ന് കാണിക്കും. ഇവിടെ അതൊന്നുമല്ല നല്ലത്. ഇത്തരം പ്രോബ്ലംസ് വരുമ്പം ടാനിലോ കോട്ടിലോ ഇത്തരം പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ ആംഗിൾസ് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടാവും. ആ കണക്ഷൻ തിരിച്ചറിയാം, അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വരിക. ഇപ്പോൾ ഇവിടെ ആംഗിൾ എന്ന് പറയുമ്പോൾ 5x 3x 2x, അവർ തമ്മിലുള്ള കണക്ഷൻ 3xും 2xും ആഡ് ചെയ്താൽ 5x, അല്ലെങ്കിൽ 5xും 2x മൈനസ് ചെയ്താൽ 3x, അല്ലെങ്കിൽ 5xന് 3x മൈനസ് ചെയ്താൽ 2x മൈനസ് ചെയ്താൽ 3x. അതിൽ ഏതെങ്കിലും ഒരു കണക്ഷൻ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാനിവിടെ 3x പ്ലസ് 2x ഈക്വൽ ടു 5x എടുത്തു. അപ്പോൾ ഇതിനല്ലേ A പ്ലസ് ബി ഈക്വൽ ടു സി. അതുകൊണ്ട് നേരെ രണ്ട് ഭാഗത്തും ടാൻ എടുക്കുക. ടാൻ ഓഫ് 3x പ്ലസ് 2x ഈക്വൽ ടു ടാൻ ഓഫ് 5x. ടാൻ 3x പ്ലസ് ടാൻ 2x ബൈ 1 മൈനസ് ടാൻ 3x ഇൻറ്റു ടാൻ 2x ഈക്വൽ ടു ടാൻ 5x. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്തെ ചെയ്തതുപോലെ ടാൻ 3x പ്ലസ് ടാൻ 2x ഈക്വൽ ടു ടാൻ 5x ഇൻറ്റു 1 മൈനസ് ടാൻ 3x ഇൻറ്റു ടാൻ 2x. ദാറ്റ് ഈസ് ടാൻ 3x പ്ലസ് ടാൻ 2x ഈസ് ഈക്വൽ ടു, അത് മൾട്ടിപ്ലൈ ചെയ്യാം, ടാൻ 5x ഇൻറ്റു 1 ടാൻ 5x മൈനസ് ടാൻ 5x ഇൻറ്റു ടാൻ 3x ഇൻറ്റു ടാൻ 2x. എന്താ പ്രൂവ് ചെയ്യേണ്ടത് നോക്കിയേ. പ്രൂവ് ചെയ്യുന്നത് ടാൻ 3x ഇൻറ്റു ടാൻ 5x ഇൻറ്റു ടാൻ 2x ഒരു ഭാഗത്ത്. അപ്പോൾ ഈ മൈനസ് ടേം ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈ രണ്ട് പ്ലസ് ടേം അങ്ങോട്ട് മാറ്റാം. Therefore, ആ മൈനസ് ടേം പ്രൊഡക്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. ടാൻ 5x ഇൻറ്റു ടാൻ 3x ഇൻറ്റു ടാൻ 2x ഈക്വൽ ടു ടാൻ 5x അവിടെ ഉണ്ട്, ഈ രണ്ട് പ്ലസ് ടേം അങ്ങോട്ട് പോവുക. ടാൻ 5x ഈ രണ്ട് പ്ലസ് ടേം അങ്ങോട്ട് ചെല്ലുമ്പോൾ മൈനസ് ആവും ടാൻ 3x മൈനസ് ടാൻ 2x. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ടാനിൽ അങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ എന്തെങ്കിലും കണ്ടീഷന് ആ ആംഗിൾസ് തമ്മിൽ ഉണ്ടാവും, അത് തിരിച്ചറിയാം, അതിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് നാലാമത്തത്. ഇഫ് A plus B is equal to C, prove that
cot A into cot B minus cot B into cot C minus cot C into cot A is equal to 1. അപ്പോൾ ഇവിടെ എന്താണ് വിഷയം? ഇവിടെ നേരത്തെ താന്ന് പറഞ്ഞ പോലെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ സംഗതി പ്രൂവ് ചെയ്യണം. അപ്പോൾ സംഗതി കോട്ടിലാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടീഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. A plus B equal to C. Therefore രണ്ട് ഭാഗത്തും കോട്ട് എടുത്താൽ കോട്ട് A plus B is equal to കോട്ട് C. ഇവിടെയാണ് ഫോർമുല വരേണ്ടത്. കോട്ടിന്റെ അഡീഷൻ ഫോർമുല കോട്ട് A plus B കോട്ട് A into കോട്ട് B അതിന് -1 divided by കോട്ട് B plus കോട്ട് A is equal to അപ്പുറത്ത് കോട്ട് C. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ therefore കോട്ട് A into കോട്ട് B -1 is equal to കോട്ട് C into ബ്രാക്കറ്റിൽ കോട്ട് B plus കോട്ട് A. ഈ ഡിനോമിനേറ്റർ ക്രോസ് ചെയ്തു. ദാറ്റ് ഈസ് റൈറ്റിലെ ബ്രാക്കറ്റ് അടുത്ത സ്റ്റെപ്പിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് കോട്ട് A into കോട്ട് B -1 equal to കോട്ട് B into കോട്ട് C പ്ലസ് കോട്ട് C into കോട്ട് A. മൾട്ടിപ്ലൈ ജസ്റ്റ് മൾട്ടിപ്ലൈ. ആ രണ്ട് പ്ലസ് ടേം ഇങ്ങോട്ട് മാറ്റാം. ഈ -1 അങ്ങോട്ട് വിട്ടാൽ therefore ഇവിടെ ഓൾറെഡി കോട്ട് A into കോട്ട് B ഉണ്ട്. ആ രണ്ട് ടേം ഇങ്ങോട്ട് വരും മൈനസ് ആവും. മൈനസ് കോട്ട് B into കോട്ട് C മൈനസ് കോട്ട് C into കോട്ട് A. ഈ -1 സൈഡ് മാറുമ്പോൾ +1 ആവും. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അഞ്ചാമത്തെ പ്രോബ്ലം പ്രൂവ് ദാറ്റ് കോട്ട് 4x കോട്ട് x into കോട്ട് 3x മൈനസ് കോട്ട് 3x into കോട്ട് 4x മൈനസ് കോട്ട് 4x into കോട്ട് x is equal to 1. അപ്പോൾ ഇവിടെ വിഷയം കോട്ടിലാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ LHS നിന്ന് RHSലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഈ ആംഗിൾസിനെ ശ്രദ്ധിക്കുക. ഈ എക്സും 3x-ഉം 4x-ഉം ആണ്. എന്താ കണ്ടീഷന്? എന്താ നമ്മുടെ കണക്ഷന്? ഈ എക്സും 3x കൂടി ആഡ് ചെയ്താൽ 4x, അല്ലെങ്കിൽ 4x x മൈനസ് ചെയ്താൽ 3x, അല്ലെങ്കിൽ 4x 3x മൈനസ് ചെയ്താൽ x. അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ എടുക്കുക. ഇത് പ്രോബ്ലം കോട്ടിലായതുകൊണ്ട് രണ്ട് ഭാഗത്തും കോട്ട് എടുക്കുക. കോട്ട് ഓഫ് x plus 3x equal to കോട്ട് 4x. That is cot x into cot 3x -1 divided by cot 3x plus cot x equal to അപ്പുറത്ത് cot 4x. cot A plus B വെച്ച് എക്സ്പാൻഡ് ചെയ്തു കേട്ടോ. ഇനി ഡിനോമിനേറ്റർ റൈറ്റിലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് cot x into cot 3x -1 equal to കഴിഞ്ഞ പ്രോബ്ലം തന്നെയാണ്, അതേ ടൈപ്പ് തന്നെയാണ്. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോട്ട് 4x ഇൻറ്റു കോട്ട് 3x പ്ലസ് കോട്ട് എക്സ്. ദാറ്റ് ഈസ് കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 3x -1 is equal to മൾട്ടിപ്ലൈ ചെയ്യാം. കോട്ട് 3x ഇൻറ്റു കോട്ട് 4x പ്ലസ് കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 4x ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. പ്രൂവ് ചെയ്യേണ്ട ശ്രദ്ധിക്ക്. അതിനനുസരിച്ച് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി. ആ റൈറ്റിലെ രണ്ട് പ്ലസ് ടേം ഇങ്ങോട്ട് കൊണ്ടുവരാം, -1 അങ്ങോട്ട് വിടാം. therefore cot x into cot 3x മൈനസ് cot 3x into cot 4x മൈനസ് cot x into cot 4x രണ്ടും ഇങ്ങോട്ട് വന്നു. ഈ -1 സൈഡ് മാറുമ്പോൾ ഈക്വൽ ടു 1. അപ്പം ഇങ്ങനത്തെ ഒരുപാട് പ്രോബ്ലം ഉണ്ടാക്കാം. ഈ ഒരു കണക്ഷൻ വരുന്ന പല പ്രോബ്ലം ഇവിടെ ഉണ്ടാക്കാം. നന്നായിട്ട് റെഫർ ചെയ്ത് നോക്കുക. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.